വരാൻ പറ്റുമോ? ഒരു അപ്പർ മിഡിൽ ക്ലാസ്സിന് മാത്രമല്ലാതെ മിഡിൽ ക്ലാസ്സിനും കൂടി വന്ന് ഇതൊക്കെ ഒന്ന് ഈ ഒരു സൗകര്യങ്ങളും ഈ ഒരു ട്രീറ്റ്മെന്റ്സ് ഒക്കെ എടുക്കാൻ പറ്റുമെന്ന് ചോദിച്ചത് തീർച്ചയായിട്ടും എല്ലാവരും പറഞ്ഞു മിഡിൽ ക്ലാസ്സിന് വേണ്ടിയിട്ടാണ് ഏറ്റവും കൂടുതൽ ട്രീറ്റ്മെന്റ്സ് ഉള്ളതെന്ന്. ഈ വർഷം കഴിഞ്ഞ് ഞാൻ വരുമ്പോൾ ഇവിടേക്ക് എനിക്ക് കടക്കാൻ പറ്റാത്ത അത്ര പേഷ്യൻസ് ഇവിടെ നിരന്ന് നിൽക്കുന്നേ വിശ്വസിക്കും. അതിൽ വരുന്ന സൗന്ദര്യവർദ്ധക ട്രീറ്റ്മെന്റ് നമ്മൾക്ക് ഇവിടെ ലഭ്യമാണ്. നമസ്കാരം, ചാനൽ 10 വാർത്തകളിലേക്ക് സ്വാഗതം. സ്ത്രീ പുരുഷ സൗന്ദര്യ സങ്കല്പങ്ങൾക്ക് മികവേകാൻ മലബാറിലെ ആദ്യ സമ്പൂർണ്ണ പ്ലാസ്റ്റിക് ആൻഡ് എസ്തെറ്റിക് സർജറി വിഭാഗം പെരിന്തൽമണ്ണ കിംസ് അൽഷിഫ ഹോസ്പിറ്റലിൽ പ്രവർത്തനം ആരംഭിച്ചു. പ്രശസ്ത സിനിമാ താരം ആശാ ശരത് ക്ലിനിക്കിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. സൗന്ദര്യവർദ്ധക ചികിത്സകളും അത്യാധുനിക പ്ലാസ്റ്റിക് സർജറിയും ഒരേ കുടക്കീഴിൽ ലഭ്യമാക്കുന്ന സമഗ്ര കേന്ദ്രമാണിത്. ശരീരത്തിലെ വിവിധ ഭാഗങ്ങളിലെ കൊഴുപ്പുകൾ നീക്കം ചെയ്യുക, മറ്റ് വിവിധ തരം അഭംഗികൾ പരിഹരിച്ച് രോഗികൾക്കും കുടുംബാംഗങ്ങൾക്കും ആത്മവിശ്വാസവും ശരീര സൗന്ദര്യവും വീണ്ടെടുക്കുവാൻ ഈ ക്ലിനിക്കിലൂടെ സാധ്യമാകുന്നു. പ്രധാനമായും മമ്മി മേക്ക് ഓവർ, ഫേസ് ലിഫ്റ്റ്, ഗൈനക്കോമാസ്റ്റിയ, ടമ്മി ടെക്, ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ തുടങ്ങിയ സർജറികളും അനുബന്ധ ചികിത്സകളുമാണ് പ്രശസ്ത പ്ലാസ്റ്റിക് ആൻഡ് എസ്തെറ്റിക് സർജറി വിദഗ്ധൻ ഡോക്ടർ ജേക്കബ് ആന്റണി ചക്കിയത്തിന്റെ നേതൃത്വത്തിൽ ഇവിടെ ലഭ്യമാക്കുന്നത്. ബോട്ടിക് മാതൃകയിലാണ് ഈ വിഭാഗം സജ്ജീകരിച്ചിട്ടുള്ളത്. പ്രശസ്ത നർത്തകിയും സിനിമാ താരവുമായ ആശാ ശരത് ക്ലിനിക്കിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. അർപ്പണ മനോഭാവമുള്ള നല്ല ഡോക്ടേഴ്സും മാനേജ്മെന്റുമുള്ള ഹോസ്പിറ്റലാണ് പെരിന്തൽമണ്ണ കിംസ് അൽഷിഫ എന്നും സൗന്ദര്യം നിലനിർത്തണമെന്ന് ആവശ്യമുള്ളവർക്ക് ഏറ്റവും നല്ല ഓപ്ഷനാണ് പുതുതായി ഉദ്ഘാടനം ചെയ്ത പ്ലാസ്റ്റിക് ആൻഡ് എസ്തെറ്റിക് സർജറി വിഭാഗം എന്നും ആശാ ശരത് പറഞ്ഞു. ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് ഏതൊരു ഓർഗനൈസേഷനേക്കാളും കൂടുതൽ അർപ്പണ സ്വഭാവമുള്ള ഒരു സ്ഥലമാണ്. സ്നേഹമുള്ള ആളുകൾ ചുറ്റും നിൽക്കുക, ഒരുപാട് നല്ല ഡോക്ടേഴ്സ്, വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സ് ഉണ്ടാവുക, നല്ല നഴ്സസ് ഉണ്ടാവുക, നല്ല മാനേജ്മെന്റ് ഉണ്ടാവുക, ഇതെല്ലാം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇവിടെ വന്ന ഇത്രയും സമയത്തിനുള്ളിൽ ഇതെല്ലാം എനിക്ക് കാണാൻ സാധിച്ചു എന്നുള്ള ഒരു വലിയ സന്തോഷം പങ്കുവെക്കുകയാണ്. പ്രത്യേകിച്ച് ഒരു പുതിയ ഡിപ്പാർട്ട്മെന്റ് സ്റ്റാർട്ട് ചെയ്യാണ്. അത് ഡോക്ടർ ജേക്കബ് പറഞ്ഞതുപോലെ ഒരുപാട് സ്പെഷ്യാലിറ്റീസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഇതെല്ലാം ഉപരി ഒരു സാധാരണ ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ ഒരാളുടെ സൗന്ദര്യം എന്ന് പറയുന്നത് നോക്കുന്ന ആളുടെ കണ്ണുകളിലാണെന്ന് പറയും. നമ്മൾ ഒരാൾ നോക്കുമ്പോൾ ആ കണ്ണുകളിലാണ് സൗന്ദര്യം എന്ന് പറയും. അത് വളരെ ശരിയായിട്ടുള്ള ഒരു കാര്യമാണ്. അത് മാത്രമല്ല, നമ്മൾ ഒരു കണ്ണാടിയിൽ ഞാൻ നേരത്തെ അവിടെ കണ്ണാടിയിൽ നോക്കുന്നത് പോലെ നമ്മൾ കണ്ണാടിയിൽ നോക്കുമ്പോൾ പല സമയത്തും നമുക്ക് തോന്നിയിട്ടുണ്ടാവും എന്റെ കണ്ണുകൾ കുറച്ച് വലുതായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ കുറച്ചുകൂടെ ഉയർന്ന പുരികം ഉണ്ടായിരുന്നെങ്കിൽ, നല്ല ചുണ്ടുകൾ ഉണ്ടായിരുന്നെങ്കിൽ ഒക്കെ എല്ലാവർക്കും എപ്പോഴെങ്കിലും ഒക്കെ അവരവരുടെ മുഖത്തിനെ കുറിച്ചോ ഒക്കെ തോന്നിയിട്ടുണ്ടാവും. അല്ലെങ്കിൽ കുറച്ചുകൂടെ തിക്ക് മുടി ഉണ്ടാവണം എന്നൊക്കെ എല്ലാവർക്കും തോന്നിയിട്ടുണ്ടാവും. എല്ലാത്തിനും ഒരു സൊല്യൂഷൻ ആയിട്ടാണ് പുതിയൊരു ഡിപ്പാർട്ട്മെന്റ് ഇവിടെ തുടങ്ങിയിരിക്കുന്നത്. അവരവരുടെ സൗന്ദര്യം നമ്മൾ കണ്ണാടിയിൽ നോക്കുമ്പോൾ നമ്മളുടെ സൗന്ദര്യം, നമുക്ക് ഏറ്റവും സെൽഫ് ലവ് ആണല്ലോ വേണ്ടത്. നമ്മൾ എല്ലാവരെയും സ്നേഹിക്കുന്നു. പക്ഷെ നമ്മൾ സ്വയം നമ്മളെ കാണുമ്പോൾ കുറച്ചുകൂടെ നന്നായിരുന്നെങ്കിൽ, പ്രായം ചെല്ലുമ്പോൾ ജരാനരകളൊക്കെ വരും, പ്രായമാവും, ഒക്കെ ശരിയാണ്. പക്ഷെ ആ ബ്യൂട്ടി മെയിൻറ്റെയിൻ ചെയ്യണമെന്ന് സ്വയം തോന്നുന്നവർക്ക് ബെസ്റ്റ് പ്ലേസ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഡോക്ടർ ഒരുപാട് ട്രീറ്റ്മെന്റ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. വിഷ് യു ഓൾ ദി വെരി ബെസ്റ്റ്. ഗംഭീരമാകട്ടെ. സന്തോഷം കേട്ടോ, സന്തോഷം. അത് മാത്രമല്ല, ഒരുപാട് എക്സ്പെൻസീവ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ്സ് ആണ് സാധാരണ ഈ ബ്യൂട്ടി ട്രീറ്റ്മെന്റ്സ് എല്ലാം. ഞാൻ ഡോക്ടറോട് ചോദിച്ചു സാധാരണക്കാരായിട്ടുള്ളവർക്കും വരാൻ പറ്റുമോ? ഒരു അപ്പർ മിഡിൽ ക്ലാസ്സിന് മാത്രമല്ലാതെ മിഡിൽ ക്ലാസ്സിനും കൂടി വന്ന് ഇതൊക്കെ ഒന്ന് ഈ ഒരു സൗകര്യങ്ങളും ഈ ഒരു ട്രീറ്റ്മെന്റ്സ് ഒക്കെ എടുക്കാൻ പറ്റുമെന്ന് ചോദിച്ചത് തീർച്ചയായിട്ടും എല്ലാവരും പറഞ്ഞു മിഡിൽ ക്ലാസ്സിന് വേണ്ടിയിട്ടാണ് ഏറ്റവും കൂടുതൽ ട്രീറ്റ്മെന്റ്സ് ഉള്ളതെന്ന്. ഇത് വളരെ സന്തോഷമുള്ള കാര്യമാണ്. പ്ലാസ്റ്റിക് സർജറി കൂടിയുണ്ട്. വണ്ണം ഒരുപാട് കൂടുതൽ അസുഖങ്ങൾ, എല്ലാവർക്കും വണ്ണം കൂടിയാൽ എല്ലാ അസുഖങ്ങളും വരും. അതൊന്ന് കുറയ്ക്കുക, അല്ലെങ്കിൽ അതിന്റെ സ്കിൻ ടൈറ്റനിങ് ചെയ്യുക, ബ്യൂട്ടി മെയിൻറ്റെയിൻ ചെയ്യുക, എല്ലാ ട്രീറ്റ്മെന്റ്സും ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഗംഭീരമാവട്ടെ. ഒരു തുടക്കമാണ്. ഒരു വർഷം കഴിഞ്ഞ് ഞാൻ വരുമ്പോൾ ഇവിടേക്ക് എനിക്ക് കടക്കാൻ പറ്റാത്ത അത്ര പേഷ്യൻസ് ഇവിടെ നിരന്ന് നിൽക്കുന്നേ വിശ്വസിക്കും. കിംസ് അൽഷിഫ വൈസ് ചെയർമാനും എക്സിക്യൂട്ടീവ് ഡയറക്ടറുമായ ഡോക്ടർ പി ഉണ്ണീൻ അധ്യക്ഷത വഹിച്ചു. അതിനൂതന ചികിത്സാ രീതികൾ ലഭ്യമാക്കാൻ എന്നും പരിശ്രമിക്കാറുള്ള കിംസ് അൽഷിഫ ആശുപത്രിയുടെ സൗന്ദര്യ ചികിത്സാ രീതികളിലെ അത്യാധുനിക സൂപ്പർ സ്പെഷ്യാലിറ്റിയാണ് ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്തിട്ടുള്ളതെന്ന് അദ്ദേഹം പറഞ്ഞു. നമ്മളുടെ പുതിയ ഡിപ്പാർട്ട്മെന്റ് എസ്തെറ്റിക്
ആൻഡ് പ്ലാസ്റ്റിക് സർജറി വിഭാഗം നമ്മുടെ പ്രിയപ്പെട്ട ഡിസൈൻ ആർട്ടിസ്റ്റ് ആശ ശരത് ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ടിരിക്കുകയാണ്. കിംസ് ഓൺ ബിഹാഫ് ഓഫ് കിംസ് അൽഷിഫ, അതുപോലെ തന്നെ കിംസ് അൽഷിഫയിൽ ജോലി ചെയ്യുന്ന ഡോക്ടർമാർ അടക്കം 1400 പേരുടെ സ്നേഹവും നന്ദിയും ഞാൻ അവർക്ക് അർപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾക്കറിയാം, കിംസ് അൽഷിഫ ഹോസ്പിറ്റൽ കഴിഞ്ഞ 37 വർഷക്കാലമായി പെരിന്തൽമണ്ണയിൽ ആരോഗ്യരംഗത്ത് വളരെ സുദീർഘമായ സേവനമാണ് കാഴ്ചവെക്കുന്നത്. അതിനൂതന ചികിത്സാ രീതികൾ ഈ പ്രദേശത്തുകാർക്ക് ലഭ്യമാക്കാൻ വേണ്ടി ഇവിടെ പല വിഭാഗങ്ങളും, പല സൂപ്പർ സ്പെഷ്യാലിറ്റി വിഭാഗങ്ങളും അൽഷിഫയുടെ കീഴിൽ ആരംഭിച്ചു. തീർച്ചയായും നിങ്ങൾക്കറിയാം, നാം എല്ലാവരും സൗന്ദര്യത്തിലും അതുപോലെ തന്നെ ആരോഗ്യത്തിലും അതുപോലെ ആത്മവിശ്വാസത്തിലും ഊന്നിക്കൊണ്ട് ജീവിക്കുന്നവരാണ്. അപ്പോൾ അതിൽ വരുന്ന സൗന്ദര്യവർദ്ധക ട്രീറ്റ്മെന്റ് നമ്മൾക്ക് ഇവിടെ ലഭ്യമാണ്. ലൈപ്പോസെക്ഷൻ, അതുപോലെ ഇതേമാതിരി ബ്രസ്റ്റ് റിഡക്ഷൻ, ബ്രസ്റ്റ് ബ്രസ്റ്റ് ഓഗ്മെന്റേഷൻ, അതുപോലെ ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ, അതുപോലുള്ള പല ട്രീറ്റ്മെന്റുകളും ഇവിടെ ആൾറെഡി അതിന്റെ സ്പെഷ്യലിസ്റ്റായ ഡോക്ടർ ജേക്കബ് നിങ്ങളോട് വിവരിച്ചു തന്നു. തീർച്ചയായും ഈ നാട്ടിലുള്ള, ഈ കേരളത്തിലുള്ള, മറ്റു രാജ്യങ്ങളിലുള്ളവർക്ക് വളരെ മിതമായ നിരക്കിൽ ഈ സൗകര്യങ്ങൾ ഇവിടെ നൽകാൻ ഞങ്ങൾക്ക് കഴിയും എന്നുള്ളതിൽ ഞങ്ങൾ ആത്മാർത്ഥമായിട്ട് ഞങ്ങൾ ഈ ജനങ്ങൾക്ക് ഈ വിഭാഗത്തെ, ഈ ഡിപ്പാർട്ട്മെന്റിനെ സമർപ്പിക്കുകയാണ്. പ്ലാസ്റ്റിക് ആൻഡ് എസ്തെറ്റിക് ക്ലിനിക്കിനെ സംബന്ധിച്ചിടത്തോളം അഭിമാനകരമായ നിമിഷമാണെന്ന് പ്ലാസ്റ്റിക് ആൻഡ് എസ്തെറ്റിക് സർജറി വിഭാഗം മേധാവി ഡോക്ടർ ജേക്കബ് ആന്റണി പറഞ്ഞു. ലോകോത്തര നിലവാരത്തിലുള്ള പ്ലാസ്റ്റിക് ആൻഡ് എസ്തെറ്റിക് സർജറി നൽകുക എന്നതാണ് തങ്ങളുടെ ലക്ഷ്യമെന്നും അഡ്വാൻസ്ഡ് സ്കിൻ ടൈറ്റനിങ്ങിനായി USFDA അംഗീകരിച്ച റെനോവിയോൺ എന്ന ഉപകരണം ആദ്യമായി കേരളത്തിൽ കിംസ് അൽഷിഫയാണ് അവതരിപ്പിക്കുന്നതെന്നും കൂടാതെ അത്യാധുനിക സാങ്കേതിക വിദ്യയായ മൈക്രോ എയർ അൽഷിഫ പരിചയപ്പെടുത്തുന്നുണ്ടെന്നും ഡോക്ടർ ജേക്കബ് ആന്റണി കൂട്ടിച്ചേർത്തു. Today marks a very proud milestone for Aesthetic Clinic at KIMS Al-Shifa as we inaugurate this function. Our vision is to provide the world-class aesthetic plastic surgery in a safe, ethical and hospital-based environment. And we are very proud to introduce a Renovion device, which is a US FDA approved device for advanced skin tightening. And I'm very proud to tell that we at KIMS Al-Shifa is introducing this device for the first time in Kerala. And also, we are introducing micro air device, which is another advanced technology for body contouring and liposuction. Our commitment is a combination of innovation, expertise, and patient care for the quality of life. Chief Executive Officer Priyan KC, Group CEO Kribesh, Clinical Administrator Dr. Shahul Hamid, Medical Superintendent Dr. Muhammad Yahya, Dr. Vishnu Vasudevan, Senior General Manager C. Sadish തുടങ്ങിയവർ സംസാരിച്ചു. ചാനൽ 10 പെരിന്തൽമണ്ണ. കല്യാണം കഴിഞ്ഞ് കുറച്ചു കാലം ഫാമിലി പ്ലാനിംഗ് ഒക്കെയാണെന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. പിന്നെ പതിയെ എല്ലാവർക്കും കാര്യം മനസ്സിലായപ്പോൾ ആ പ്ലാനും കൈവിട്ടു. കുട്ടികളില്ലാത്തതിനേക്കാളും വിഷമമാണ് കുട്ടികളായില്ല എന്നുള്ള ചോദ്യം സഹിക്കുന്നത്. ഒരു ദിവസം ഇവിടെ ഷോപ്പിൽ വന്നൊരു കസ്റ്റമറാണ് ഷിഫ ഫെർട്ടിലിറ്റി സെന്ററിനെ കുറിച്ച് പറയുന്നത്. വിശേഷത്തിന് തുടക്കമാവുന്നു. ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.